നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ പുറത്തല്ല, നമുക്കകത്ത് തന്നെ നമുക്കെതിരായി പ്രവർത്തിക്കുന്ന ശത്രുവുണ്ട്. അത് നാം തന്നെയാണ്. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മുന്നേറ്റം വരികയില്ല, എനിക്ക് ഉയരുവാൻ കഴിയുകയില്ല, എനിക്കെതിരായി നിൽക്കുന്നവർ അനേകരാണ്, നന്മകൾ ഇനിയും എനിക്ക് കാണുവാൻ കഴിയുകയില്ല, പലവിധമായിരിക്കുന്ന ചിന്തകൾ ഇതുപോലെയുള്ളത് നമ്മെ ഭരിക്കാറുണ്ട്. അപ്പോൾ നാം നിരാശപ്പെട്ടു പോകും. എൻ്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും ഇനിയും മുന്നേറ്റം വരികയില്ല എന്നുള്ള ചിന്തകൾ, ഭാരങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടാറുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം പിൻപിൽ പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ടെന്ന് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ ഇന്ന് നാം അനുഭവിക്കുന്ന മനോപീഡകൾക്ക് മുകളിൽ നമുക്ക് പൂർണ്ണമായി വിജയം പ്രാപിപ്പാൻ കഴിയും. ഇന്ന് രാവിലെ നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാനൊരു പരാജയമാണെന്ന്, എൻ്റെ ജീവിതത്തിൽ നിരാശകളെ ബാക്കിയുള്ളൂ എന്ന്, ഞാൻ വിചാരിച്ചതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്ന് നമ്മെ ഭാരപ്പെടുത്തുന്നുണ്ടോ? ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സങ്കീർത്തന പുസ്തകം 3 ദാവീദ് എന്ന് പറയുന്ന ഒരു ഭക്തൻ പാടുന്ന ഇല്ലെങ്കിൽ പറയുന്ന വാക്കുകളുണ്ട്. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് എനിക്ക് ഉത്തരമരുളും. ദാവീദ് അബ്ശാലോം എന്ന് പറയുന്ന തന്റെ മകൻ മുഖാന്തരം ഇപ്പോൾ രാജസിംഹാസനത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിരിക്കുകയാണ്. താന് ചെരുപ്പിടാതെ തന്റെ കിരീടത്തിനു പകരം ഒരു തുണി കൊണ്ട് തല മറച്ചു കെട്ടി, ആരും തന്നെ തിരിച്ചറിയരുത് എന്നതുകൊണ്ട് താന് മുഖമെല്ലാം മറച്ച് ഒലിവുമല കരഞ്ഞുകൊണ്ട് കയറുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇതുവരെ രാജാവായിരുന്ന ഒരു മനുഷ്യനാണ്. തനിക്കിപ്പോൾ ധരിക്കുവാൻ ഒരു ഷൂ ഇല്ല, ഒരു ചപ്പലില്ല, ചെരുപ്പിട്ടിട്ടില്ല, തന്റെ തലയിൽ കിരീടമില്ല, രാജവസ്ത്രമല്ല ധരിച്ചിരിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് എല്ലാം വിപരീതമായി തീർന്നു. തന്റെ കുടുംബം വിപരീതമായി, തന്റെ മകൻ വിപരീതമായി, തന്റെ പ്രജകൾ വിപരീതമായി, തനിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊണ്ടിരുന്ന അഭിത്തോപ്പേൽ പോലെയുള്ള വലിയ ബുദ്ധിജീവികൾ തനിക്കെതിരായി തന്റെ ശത്രുപക്ഷത്ത് ചെന്നു ചേർന്നു. ഇനിയും യാതൊരു കാരണവശാലും രക്ഷപ്പെടുവാനുള്ള ഒരു പഴുതുപോലും ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ല. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇതുപോലെ ഒരു അവസരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോൾ, താൻ കടന്ന പള്ളിമെത്ത, താൻ വസിച്ച ഭവനം, താൻ സ്നേഹിച്ച മക്കൾ, താൻ വളരെയധികം ജീവൻ കൊടുത്ത് സംരക്ഷിച്ചു കൊണ്ടുവന്ന തന്റെ പ്രജകൾ, തന്റെ ദേശം, തന്റെ പേര്, പെരുമ, പൊസിഷൻ എല്ലാം നഷ്ടപ്പെട്ടു. ഒരു നിമിഷം കൊണ്ട് ശൂന്യമായി. അവൻ തല മൂടിക്കെട്ടി മുകളിലേക്ക് മല കയറിപ്പോകുമ്പോൾ ജനമെല്ലാം ചുറ്റിലും നിന്ന് മണ്ണ് വാരി എറിഞ്ഞിട്ട് പറഞ്ഞു, ദാവീദേ, നിനക്കിനി രക്ഷയില്ല, ദൈവം പോലും നിന്നെ കൈവിട്ടു, ഇനിയും നിന്നെ സഹായിപ്പാൻ ആരുമില്ല, നിനക്കിനി ഒരു നല്ല കാലമില്ല, നിനക്കിനി ഒരു ജീവിതമില്ല, നിന്റെ ജീവിതത്തിൽ ഇനി ഒരു നന്മയും ഉണ്ടാകുകയില്ല. തന്റെ മാനുഷികമായ ചിന്തകളിൽ താൻ ചിന്തിച്ചു, അടുത്ത നിമിഷം എന്ത്, എന്റെ ബാക്കിയുള്ള ആയുസ് എന്ത്, എന്റെ ജീവിതത്തിന്റെ അടുത്ത ദിവസങ്ങൾ എന്ത്? അദ്ദേഹം വളരെയധികം ഭാരപ്പെടുത്തുന്ന അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിലും ചുറ്റിലും കുത്തുന്ന വാക്കുകളും മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളും ഉണ്ടെങ്കിലും, താൻ സ്നേഹിച്ചവരും മുഖപരിചയമുള്ളവരും ഒക്കെ അട്ടഹസിച്ച് ചീത്ത പറയുമ്പോൾ, തുപ്പുമ്പോൾ, താൻ അവിടെ നിന്ന് ഉറക്കെ നിലവിളിച്ചു പറയുകയാണ്,
നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. പരിചയം എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ. ശത്രുവിന്റെ ആയുധങ്ങൾ വരുമ്പോൾ അതിനെ തടുത്തു നിർത്തുന്നതാണ് പരിച. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ തല ഉയർത്തുന്നവനും എന്റെ മഹത്വവും നീയാകുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്തൊരു ദൃഢധൈര്യമാണ്, എന്തൊരു വിശ്വാസമാണ്, എന്തൊരു ഉറപ്പാണ്. എല്ലാം എതിരാകുമ്പോൾ, സകലനും കൈവിട്ടു പോകുമ്പോൾ, ഇനിയും ഒന്നും അവശേഷിക്കാത്ത ശൂന്യമായ ഒരു എംപ്റ്റി പോക്കറ്റുമായി നിൽക്കുമ്പോൾ, അടുത്ത നിമിഷം മരണമാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ, ധൈര്യത്തോടെ പ്രത്യാശയോടെ ഒരു ഭക്തന് പറയുവാൻ കഴിയുകയാണ്, നീയോ യഹോവേ. ലോകം പറയുന്നതല്ല ഞാൻ കേൾക്കുന്നത്, എന്റെ ശത്രു പറയുന്നതല്ല ഞാൻ കേൾക്കുന്നത്, ഇന്നലെ വരെ എന്റെ പാത്രത്തിൽ കൈയിട്ട് എന്നോടുകൂടെ ഭക്ഷിച്ചവർ ഇന്ന് പറയുന്നതല്ല ഞാൻ കേൾക്കുന്നത്, ലോകം എന്നെ കുറിച്ച് പറയുന്നതല്ല ഞാൻ കേൾക്കുന്നത്. എന്റെ അന്തരാത്മാവിൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത, വനാന്തരങ്ങളിൽ ഞാൻ പാടിയ, ഒറ്റയ്ക്കായിരുന്നപ്പോൾ പാടിയ, അപ്പനും അമ്മയും മറന്നപ്പോൾ പാടിയ അനേക പാട്ടുകളും പ്രത്യാശയും എൻ്റെ ഉള്ളിലുണ്ട്. ആ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഭക്തൻ വിളിച്ചു പറയുകയാണ്, നീയോ യഹോവേ. മക്കളെതിരാകട്ടെ, സ്നേഹിതരെതിരാകട്ടെ, ദേശമെതിരാകട്ടെ, ഗവൺമെന്റ് എതിരാകട്ടെ, ബുദ്ധിജീവികളെതിരാകട്ടെ, എന്നോട് കൂടെ നിന്നവർ, എൻ്റെ സ്നേഹിതർ എനിക്കെതിരാകട്ടെ, ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് പരിചയം ഉണ്ട്. എൻ്റെ തല ഉയരും, എൻ്റെ മഹത്വം തിരിച്ചു വരും, എൻ്റെ കിരീടം തിരിച്ചു വരും. ദൈവത്തിന് സ്തോത്രം. അബ്ശാലോം, ദാവീദിന്റെ സ്വന്തം പുത്രൻ തനിക്കെതിരായി നിൽക്കുകയാണ്. രാജസിംഹാസനം അവൻ കൈക്കലാക്കി. ഇനി അവന്റെ ഏക ലക്ഷ്യം, എന്റെ ഭയമായി നിൽക്കുന്നത് ഈ അപ്പനാണ്. ഈ അപ്പനെ കൊന്നാൽ എന്റെ രാജസിംഹാസനം ഉറച്ചു നിൽക്കും. അപ്പനെ കൊല്ലുവാൻ അവൻ പദ്ധതിയിടുകയാണ്. അഹിത്തോപ്പേലും കൂടെയുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ചില നിമിഷങ്ങൾക്കകം, ചില ദിവസങ്ങൾക്കകം അബ്ശാലോം കൊല്ലപ്പെടുകയും ദാവീദ് രാജസിംഹാസനത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അപ്പോഴാണ് അതിന്റെ അവസാനത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, രക്ഷ യഹോവയ്ക്കുള്ളത് എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഇന്നത്തെ നിങ്ങളുടെ ദുഃഖം മാറും, ഇന്നത്തെ നിങ്ങളുടെ നിലവിളി മാറും, ഇന്നത്തെ നിങ്ങളുടെ രോഗം മാറും, ഇന്നത്തെ നിങ്ങളുടെ ഒറ്റപ്പെടലുകൾ മാറും, ഇന്നത്തെ നിങ്ങളുടെ നിരാശകൾ മാറും. ദൈവത്തിൽ പ്രത്യാശയുള്ള ഏവരുമേ നിങ്ങൾ ഉറച്ചു നിൽക്കുക, വിശ്വാസം പ്രഖ്യാപിക്കുക. സ്നേഹിത, നീ ഒറ്റപ്പെട്ടോ? സഹോദരി, ആര് സഹായിക്കാനില്ലേ? നീ ഒലിവുമല കരഞ്ഞുകൊണ്ട് കയറുകയാണോ? ജീവിതത്തിന്റെ കയ്പ് നീ അനുഭവിക്കുകയാണോ? ഒറ്റപ്പെടലുകൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടോ? മനുഷ്യന്റെ കുത്തുവാക്കുകൾ നിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നുണ്ടോ? സഹായിക്കാമെന്ന് വാക്കു പറഞ്ഞവർ, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരൊക്കെ നിന്നെ കൈവിട്ടുപോയോ? നിന്നെ പോറ്റേണ്ടവർ തന്നെ നിന്റെ ശത്രുവായി തീർന്നോ? നിന്റെ പ്രായാധിക്യത്തിൽ നിന്നെ കരുതേണ്ടുന്ന മകൻ തന്നെ നിന്നെ വിട്ടുമാറിയോ? ഭയപ്പെടരുത്, നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മേൽ കടക്കുന്ന പ്രവചനങ്ങളും വാഗ്ദത്തങ്ങളും ദൈവം നിന്റെ മേൽ നിറവടിയായി നിവർത്തിക്കും. ശത്രു എത്ര കണ്ട് പദ്ധതി ഒരുക്കിയാലും, ശത്രു എത്ര കണ്ട് നിന്നെ താഴ്ത്തുവാൻ ശ്രമിച്ചാലും, അതിന്റെ നടുവിൽ ഒരു വൻ വിജയം നിന്റെ ഈ വരുന്ന ദിവസങ്ങളിൽ കാണുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നീയോ യഹോവേ എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നു. ലോർഡ്, യു ആർ മൈ ലിഫ്റ്റർ ഓഫ് മൈ ഹെഡ്. യെസ്, ദൈവമാണ് എന്റെ തല ഉയർത്തുന്നവൻ. നിന്റെ തല താഴുകയില്ല, നിന്റെ തല ഉയർന്നിരിക്കും. നീ നിന്ന സഹിച്ചു മടുക്കയില്ല, നിന്നയ്ക്ക് പകരം മാന്യത നിന്റെ തലമേൽ വരും. നിന്റെ മുഖത്തിന്റെ മറവുകൾ മാറും, നിന്റെ മുഖത്തിന്റെ പ്രകാശം വർദ്ധിക്കും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഓൾ ദ ബ്ലെസ്സിങ്സ്, എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ധാരാളമായി പകരും. ചില വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുന്ന ദിവസമായി, ചില സമൃദ്ധികൾ അനുഭവിക്കുന്ന ദിവസമായി, ചില കണ്ണുനീരുകൾ മാറുന്ന ദിവസമായി, ചില വഴികൾ തുറക്കപ്പെടുന്ന ദിവസങ്ങളായി, പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ വെളിപ്പെടുന്ന ദിവസങ്ങളായി ദിവസങ്ങൾ ഏറ്റെടുക്കാം.
പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ശ്രേഷ്ഠമായ ആലോചനകൾ പറയുന്നു. ധൈര്യത്തോടെ മുന്നോട്ട് പോകുക, അധൈര്യപ്പെടരുത്. ദൈവം നിന്റെ തല ഉയർത്തും, നിന്റെ നിന്ന മാറും, മാന്യതയുണ്ടാകും. ഗോഡ് ബ്ലസ് യു ഫ്രണ്ട്സ്. ഗോഡ് ബ്ലസ് യു.